എന്റെ ദേഹത്ത് തൊടുന്നത് രണ്ടാമത്തെ തവണയാണ്. വിടില്ലൊഴി നിന്നെ ഞാൻ. നീ അത്രയ്ക്കായോ? നിന്റെ ശരീരത്തിൽ തുണി ഉണ്ടെങ്കിലല്ലേ നീ ഇവിടുന്ന് രക്ഷപ്പെടൂ. നിന്റെ ശരീരത്തിൽ ഒരു തുണ്ട് തുണിയില്ലാതെ ഊരിയെടുക്കാൻ പോവാ ഞാൻ. നിക്കടി അവിടെ. പറഞ്ഞ കേൾക്കാൻ വയ്യ നിനക്ക്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. ഇനി നീ പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ഫോൺ വരുന്നവരെ ഒരു കാരണവശാലും അവൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഓക്കേ, ശരി മാഡം. മാറ്. അനിയൂട്ടാ, എന്താ ഇത്? കൊള്ളാം. നീ ഇവിടെ കിടന്ന് ഉറങ്ങണം. ഉറങ്ങാൻ കണ്ടൊരു സ്ഥലം. അച്ഛാ, ചേച്ചി. അയ്യോ ചേച്ചി, 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 ചേച്ചി. തീരുമാനിച്ച മുഹൂർത്തത്തിൽ അമ്മയുടെ കൈകൊണ്ട് എടുത്തു തരുന്ന താലി തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടാൻ പറ്റണേ. എന്നെ അനുഗ്രഹിക്കണേ. ഈ ഫോട്ടോസ് എല്ലാം നന്നായിട്ടുണ്ട്.
ഇതിനകത്തിരുന്ന ഡോക്യുമെന്റ്സ് എവിടെ പോയി? ആനന്ദ്, നീ അത്ര എളുപ്പത്തിൽ ഈ കല്യാണം അങ്ങ് മുടക്കാന്ന് വിചാരിച്ചോ? നീ എന്ത് തന്ത്രം പ്രയോഗിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്റെ ഒരു കണ്ണ്. ഡോക്യുമെന്റ്സ് എങ്ങനെ മാറിയെന്ന് അറിയണ്ടേ? ഇന്നലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഏതായാലും ആ ഗംഗ ഇളയമ്മയും റൂമിലുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഗംഗ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇളയമ ഉണ്ടോ നോക്കാം. ആനന്ദ്, എന്തു പറ്റി ആനന്ദ്? ഞാനിവിടെ വന്നതിന് ശേഷം ആനന്ദ് ആദ്യമായിട്ടാ എന്റെ മുറിയിൽ വന്നത്. സന്തോഷായി. കഴിഞ്ഞ കല്യാണം മുടങ്ങിയതുപോലെ ഈ കല്യാണം മുടങ്ങരുതല്ലോ. അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൂടി വാങ്ങാനാ ഇളയമ്മ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത്. സഹദേവേട്ടൻ വിളിക്കുന്നു, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാവേ. നീ ഇപ്പൊ എന്നെ വിളിക്കണമെങ്കിൽ നിനക്ക് എന്നെ എന്തോ സംശയമുണ്ട്. ഇളയമ്മ എന്തോ ഒളിക്കുന്നുണ്ട്. ഇനി കല്യാണി ഇളയമ്മ ഇതെന്തു ആന്റി, ഒരു കൊടവേരൻ പ്രതിമ? അയ്യോ എടി, ഇത് കുടവേറൻ പ്രതിമയൊന്നും അല്ല. വീടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ വെക്കുന്ന കുബേര പ്രതിമയാ. കുബേര പ്രതിമയോ? അതെ, കുബേരൻ എന്നൊന്ന് കേട്ടിട്ടില്ലേ? ഇടി, പുരാണത്തിലെ ഏറ്റവും ധനികനായ ആളാ കുബേരൻ. അങ്ങേരുടെ പ്രതിമ വീട്ടിൽ വെച്ച സകല ഐശ്വര്യവും വന്നു ചേരൂന്നാണ് വിശ്വാസം. കഷ്ടം തന്നെ. ബെസ്റ്റ് വിഷസ്. ഹാപ്പി മാരീഡ് ലൈഫ്. ധീര ധീര നാരേ ധീര നാരാന ധീര ധീര നാരേ
ബെസ്റ്റ് വിഷസ്. ആകെ ഡള്ളായിട്ടിരിക്കുന്നേ. ശരിയാണല്ലോ, മുഖത്തൊരു നിരാശ. അഖിലാന്റി ആ ഫോട്ടോയും ഡോക്യുമെന്റ്സും കാണുന്നതോടെ ഗംഗയടിച്ച് പുറത്താക്കുന്നത് കാണാമല്ലോ എന്നുള്ള ത്രില്ലില്ല ഞങ്ങള്. അതിനിടയില് നിനക്കതെന്ത് പറ്റി? ഒരുമാതിരി എല്ലാ പ്രദേശം കൈവിട്ടില്ലേ? അത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം കൈവിട്ടു പോയി. എന്തൊക്കെ പറയുന്നു ബ്രോ? എന്താ ഉണ്ടായേ? പറയാം. എന്നെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരോടോ ആണ് അവളെന്ന് സംസാരിച്ചത്. അവരുടെ മീറ്റിംഗ് പ്ലേസ് വരെ ഞാൻ എത്തിയതുമാണ്. അവിടെ ഗംഗയെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്റെ വരവ് പോലും ഗംഗയെ മീറ്റ് ചെയ്യുന്നവൾ മനസ്സിലാക്കിയതുപോലൊരു തോന്നൽ. നന്നായി. ഒറ്റയ്ക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, ഒരു വാക്ക് ഞങ്ങളോട് പറയാറുന്നില്ല. മതി മതി, സംഭവിച്ചത് സംഭവിച്ചു. വാട്ട് ഈസ് നെക്സ്റ്റ്? യെസ്, വാട്ട് ഈസ് നെക്സ്റ്റ്? പറ്റി വന്നു കളയും. അതാ എനം. ഒരു ധർമ്മ കല്യാണത്തിനുള്ള യോഗം പോലും കിട്ടരുത് അവക്ക്. അതൊന്നും ഓർത്ത് നിനക്ക് ടെൻഷൻ വേണ്ട. ആനന്ദിന്റെ പ്ലാനൊക്കെ ഇന്ന് പൊളിഞ്ഞടുങ്ങും. നിനക്കതുകൊണ്ട് ആസ്വദിക്കാം. സന്തോഷായി ആന്റി. ആന്റി വേഗം വരാൻ നോക്ക്. അതെ, ഞാൻ ദേ എത്തി. ശരി എന്നാ. ശരി ആന്റി. ഉറപ്പായിട്ട് ഇങ്ങനൊരു കത്ത് കല്യാണി എഴുതാൻ ഒരു വഴിയുമില്ല. അതെ, അത് തന്നെയാ എന്റെയും വിശ്വാസം. അപ്പോ ഇതിനിടയ്ക്ക് ആരോ എന്തോ ഗൂഢമായ നീക്കം നടത്തിയിട്ടുണ്ട്. ഇത് കല്യാണി ഭീഷണിപ്പെടുത്തി എഴുതിച്ച അവനെ വഴിയുള്ളൂ. കല്യാണി ഇപ്പൊ എവിടെ ഉണ്ട് ബ്രോ? കല്യാണി ഇവിടെ ഇല്ല. കല്യാണി ഇവിടെ ഇല്ലേ? പൂജാമുറി നീ കത്ത് കിട്ടിയപ്പോ ഇത് കല്യാണി തന്നെയാണോ എഴുതിയെന്നറിയാൻ ഞാൻ ഈ കത്തുമായി ഔട്ട് ഹൗസിലേക്ക് പോയി നോക്കി. അപ്പോഴാ മുറ്റത്തിരുന്ന് കരയുന്ന അനിയൻകുട്ടനെ കണ്ടത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ വല്യുവിഞ്ഞെ. എനിക്ക് പേടിയാവുന്നു. എന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നോ? അതെ വല്യുവിഞ്ഞെ. അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ ചേച്ചി കാണാനില്ല. ഞാൻ എല്ലായിടത്തും തിരക്കി, ചേച്ചി ഇവിടെ ഇല്ല. ഈ കല്യാണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചേച്ചി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കോ? അതോ എന്നെ തട്ടിക്കൊണ്ടുപോയതുപോലെ ചേച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ആനന്ദ് ഇന്ന് എന്റെ മുറിയിൽ വന്നിരുന്നു. അത് ആന്റി അന്വേഷിച്ചാകാനാണ് സാധ്യത. സൂക്ഷിക്കണം. അവൻ എന്നെ വിളിച്ചിരുന്നു ഗംഗെ. ഞാൻ എവിടെയാണെന്നും തിരക്കി. നിന്റെയും അവന്റെയും പേരില് കരിക്കകം ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോയെന്നാ ഞാൻ അവനോട് പറഞ്ഞത്. ആനന്ദ് അത് വിശ്വസിച്ചെന്ന് തോന്നുന്നുണ്ട് ആന്റിക്ക്. GPS വഴി ആനന്ദ് ആന്റിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ട്രാപ്പാണല്ലോ. ഹലോ, ഒന്ന് സൂക്ഷിച്ചു പൊയ്ക്കൂടേടോ. സോറി മാഡം. ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾ ഈ ടവറിൽ നിന്ന് അതിലൊക്കെ കണക്ട് ചെയ്യും. ഇളയമ്മ കരിക്കൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോയെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാൽ ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് 22 കിലോമീറ്റർ എതിർ ദിശയിലാണ്. അതെ ആനന്ദേ, നിന്റെ ഇളയമ്മ കള്ളം പറഞ്ഞത്. 5 മിനിറ്റ് മുമ്പ് നിന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇളയമ്മ നിന്ന ലൊക്കേഷൻ കല്യാണി എന്നും പോകാറുള്ള വിളപ്പുറം ക്ഷേത്രത്തിനടുത്താണ്.
താങ്ക്സ്. ഞാൻ പോയി കല്യാണിയെ കണ്ടെത്തിക്കൊണ്ട് വരാം. മടങ്ങിയെത്തും വരെ ഞാൻ ഇവിടുന്ന് പോയെന്ന് ആരും അറിയാതെ നോക്കണം. ബ്രോ, ഞാൻ ഇതിനകത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന പ്രതീതി ഉണ്ടാക്കി നിങ്ങൾ രണ്ടാളും ഈ മുറിയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ? ഓക്കെ മച്ചു, ധൈര്യമായിട്ട് പോയിട്ടോ. അത് ഞങ്ങളേറ്റു. ബ്രോ സൂക്ഷിക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി. ആ ഗംഗേ, ആ എന്ത് പറ്റി ആന്റി? ഇടയ്ക്ക് കട്ടായി പോയി. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ആ നീ അത് വിട്. ദേ നീ കാര്യത്തിലേക്ക് വാ. നീ ഈ പറയുന്ന GPS വഴി ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ കല്യാണിയെ തിരക്കി ഇറങ്ങും. അതിനൊരു സംശയവും വേണ്ട. അതെ ആന്റി, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. ഞാനിപ്പോ അവിടെ എത്തും. ഞാൻ വരുന്നത് വരെ ആനന്ദ് പുറത്തിറങ്ങാതെ നീ സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ആന്റി ഒന്ന് വേഗം വാ. ശരി. പ്രിയങ്ക, നീ? യെസ്, പ്രിയങ്ക ഞാൻ. നീ ഇവിടെ? ഇന്ന് കൃത്യം 11:30 പൊട്ടിത്തെറിക്കാൻ തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ ഞാനിത്. ഇറ്റ്സ് വെരി മച്ച് ഹിയർ. വിവാഹ പന്തലിനടുത്ത്. പൊട്ടിയാലുണ്ടാകുന്നത് ഒരാൾക്കൂട്ട ദുരന്തമായിരിക്കും. ഈ കല്യാണം ആരെങ്കിലും മുടക്കിയാൽ 1 മിനിറ്റിനകം നീ എന്നോടൊപ്പം തൃച്ചംബരത്തിന് പുറത്ത് കിടക്കുന്ന കാറിലേക്ക് എത്തണം. 11:30 കഴിഞ്ഞ് 1 മിനിറ്റ്, അത് മതി.
തൃച്ചംബരം ഒരു ശവപ്പറമ്പാവും. പച്ച മാംസത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്ന നിമിഷം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. ഞാനും നീയും മാത്രം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് അവർ ലൈഫ് മിഷൻ. സൂപ്പർ സൂപ്പർ ഐഡിയ. ചെല്ല്. ആനന്ദേട്ടൻ ഒന്ന് കാണട്ടെ. ബ്രോ അവിടെ ഡ്രസ് ചെയ്തോണ്ടിരിക്കും, ഇപ്പൊ കാണാൻ പറ്റില്ല. ബ്രോ അവിടെ ഒരുങ്ങുന്നതിനെന്താ? ദേ അരവിന്ദേട്ടാ, കല്യാണ ചെക്കന് ഇന്ന് ആദ്യത്തെ വിഷയം എനിക്ക് തന്നെ പറയണം. മാറ് അരവിന്ദേട്ടാ. ജയന്തി എന്താന്നറിയോ, ഈശ്വര ഇത് മാറണമായല്ലോ. ബ്രോ ഡ്രസ് ചെയ്യാ, കാണാൻ പറ്റില്ല. അയ്യോ കുഴപ്പമില്ല, ആനന്ദേട്ട വരട്ടെ, ഞാൻ ഇവിടെ തന്നെ നിക്കാം. ജയന്തി നീ പൊക്കോ, ഇവിടെ കല്യാണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ. ബ്രോ ഡ്രസ് ചെയ്ത് കഴിയുമ്പോ ഞാൻ നേരെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം. അപ്പൊ നീ വിഷു പറഞ്ഞേക്ക്. അയ്യോ ഇല്ല ഇല്ല, പായസം സമ്മതിച്ചേ പറ്റൂ. നാവ് കൂടി ഇറങ്ങി പോകുന്നു. നോക്കട്ടെ. അയ്യോ ഇത് മുഴുവനും സുബോട്ട് കുടിച്ചോ? എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? അമ്പലപ്പുഴ പാൽ പായസം തോറ്റുപോയല്ലേ? കറക്റ്റ്, കറക്റ്റ്. ഞാൻ കണ്ടില്ലല്ലോ. ഈ പായസം സദ്യക്ക് തികയൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ പാചകപ്പുരയില് പായസം കുടിക്കാൻ ക്യൂ ആയി. ആനന്ദേട്ട ഒരുങ്ങട്ടെ, ഞാൻ പോയി പാചകപ്പുരയിൽ എന്തൊക്കെയായി നോക്കിട്ട് വരാം. പോയിട്ടോ. എല്ലായിടത്തും നമ്മുടെ കണ്ണത്തിലും കുഴപ്പാ. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ്. കല്യാണി എവിടെ ഉണ്ടെന്ന് കാട്ടിത്തരണം. ആ കഴുത്തിൽ താലി കെട്ടാൻ അനുഗ്രഹിക്കണം ദേവി. ഇത്രയും നേരായിട്ടോ? അല്ല, നീ ആനന്ദിന്റെ റൂമിൽ പോയി നോക്കാതെ വെറുതെ വിളിച്ച് പറയല്ലേ. ആന്റി, ഞാൻ ആനന്ദേട്ടന്റെ റൂമിൽ പോയതാ. അവൻ എന്നെ അകത്തേക്ക് പോലും കയറ്റിയില്ല. ആര്? ആരായിരിക്കും? ആ അരവിന്ദേട്ടന് സുബ്രു. അകത്തേക്ക് കയറണ്ട, ആനന്ദേട്ടന് ഒരുങ്ങയാ, ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണാന്ന്. യെസ് വഴി ആനന്ദ് ആന്റിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടാവും. ജയന്തി, അവര് നിന്നെ ആനന്ദ് മേക്കപ്പ് ഇടുകയാണെന്ന് പറഞ്ഞ് റൂമിനകത്ത് പോലും കേറ്റിയില്ലെന്നോ? അതെ ആന്റി, ഒന്ന് വിഷ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല.
ആരായിരിക്കും? ഇളയമ്മ ചെന്നിട്ട് ഗംഗയെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും ബ്രോ കല്യാണ ഡ്രസ്സിൽ അവിടെ എത്തിയിരിക്കും. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മാറ് അവന്റെ. അതുകൊണ്ടല്ല. അയ്യോ, അകത്തുണ്ടായിരുന്നോ? ആന്റി ആന്റി പൂജ ചെയ്ത പ്രസാദം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതില് ചന്ദനം കാണൂലല്ലേ? ആ, അയ്യോ, അത് താഴെ ഇരിക്കുവാ. ആ, അരവിന്ദേ, നീ അവനോട് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് താഴേക്ക് വരാൻ പറ. അരവിന്ദേ. ഇളയമ്മയ്ക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. ഡ്രസ്സിങ് തരാമോ? തല കുനിച്ച് നിൽക്കരുത്. ഈ നെഞ്ചിലെ നഷ്ടഭാരം മാറ്റാൻ എനിക്കറിയാം. ഇപ്പൊ ഇവിടെ വച്ച് ഈ ദേവിയെ സാക്ഷിയാക്കി ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. വലിയ അരുത്. അമ്മ എടുത്തു തന്ന താലിയെ കെട്ടുള്ളൂന്ന് മാഡത്തിന് വാക്ക് കൊടുത്തത് മറന്നോ? കെട്ടാൻ അതാ എന്റെ സന്തോഷം. നിന്റെ ഇഷ്ടവും സന്തോഷവും എനിക്കെല്ലാത്തിലും വലുത്. അത് തന്നെ നടക്കട്ടെ. കേക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്ലാൻ. മനസ്സിലായോ? സൂപ്പർ പ്ലാൻ ബ്രോ. നീ പെട്ടെന്ന് വാ. വരാം. ഞാൻ പറഞ്ഞതെല്ലാം അറേഞ്ച് ചെയ്യുക. അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ബ്രോ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കല്യാണിയും കൂട്ടിയിട്ട്. ശരി.
അതല്ല, ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ളതല്ലേ. ചേച്ചി ഒന്ന് പോയി. ഹായ്, എത്തിയോ? ഓഹോ, എപ്പോ എത്തി? ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓ, എങ്ങനെയെങ്കിലും ആനന്ദിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി ആനന്ദ് അവിടെ ഉണ്ടോ അതോ അവളെ തെരഞ്ഞു പോയോന്ന് അറിയാന്ന് വിചാരിച്ചപ്പോ FM സ്റ്റേഷൻ തുറന്നു വെച്ചതുപോലെ രാവിലെ തുടങ്ങിയ വിളിയോ. വിളിച്ചോ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചോ. അവസാനം കല്യാണ ചെക്കൻ മാത്രം കാണില്ല. കല്യാണി, ആരൊക്കെ എതിർത്താലും നിന്റെ അമ്മയുടെ ആത്മാവ് നമ്മൾ തമ്മിൽ ഒരുമിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ കമ്മൽ ആ കെട്ടിടത്തിലുണ്ടെന്ന് കല്യാണി എന്നോട് വിളിച്ചു പറയില്ലായിരുന്നു. ഹലോ ബ്രോ, എവിടെ എത്താറായോ? എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ വന്ന റൂമിനകത്ത് കയറാതെ നോക്ക്. ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ എത്തും. ബ്രോ, അത് പറ്റില്ല. ഒക്കെ പറ്റും. ഇത്രയും നേരം പിടിച്ചു നിന്നില്ലേ, കുറച്ചു നേരം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കല്യാണിക്കും ഫ്രഷ് ആവണം. ശരി, ഫോൺ വെച്ചേക്ക്. എന്തായി, എത്തിയോ? കൊല്ലിഞ്ഞ് എത്തിയിട്ടില്ല, ഇനി കുറച്ച് സമയം വേണമെന്ന്. ഇനി വൈകുന്നോ? ഈശ്വര, അഖിലാന്റി അങ്ങനെ വന്ന തീർന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. നീരജിന്റെ വീട്ടുകാരെത്തി. ഈ കല്യാണി മാത്രം എന്താ ഇതുവരെ എത്താത്തെ? വന്നാട്ടെ, എന്താ താമസിച്ചേ? അതാ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്ത. അതെ ആന്റി, ഒരു കല്യാണ പെണ്ണിനെ കാണാതായിട്ടും ആരും അന്വേഷിക്കുന്നില്ല എന്ന് വെച്ചാ. നമ്മളിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ അവൾ അയവറൊക്കെ കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ? ഹായ് ഗംഗേ. ആന്റി, ദേ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ. നീ ഇങ്ങനെ തിന്നും കുടിച്ച് നടക്കുകയാണോ? നീ ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നീരജും കല്യാണിയും ഒക്കെ വന്നൊന്ന് നോക്കിയിട്ട് വാ. ചെല്ല്. ശരി ആന്റി.